വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുൽക്കൂടില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. അങ്ങനെ പുൽക്കൂട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാട്ടോ ഞാനും അമ്മയും കൂടി 5 ദിവസം മുമ്പേ നമ്മൾ തെനയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ മണ്ണിടാതെ ചകിരിച്ചോറിൽ തെന വിതറാന്ന് വിചാരിച്ചു. അത് സക്സസ് ആവുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ സംഭവം നല്ല സെറ്റായിരുന്നു. അങ്ങനെ ബേബിച്ചിനെ ഉറക്കുക എന്നുള്ള കർത്തവ്യം മിന്നുമോൾ ഏറ്റെടുത്തിട്ടോ. ആ സമയം കൊണ്ട് അമ്മയും ഞാനും കൂടി പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങി. വീടിൻ്റെ അടുത്തുള്ളൊരു മലയിലാണ് കേട്ടോ അമ്മ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് പോയത്. ആ തക്കത്തിന് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പം എൻ്റെ അതേ ഒരാൾ ആടിപ്പാടി പുല്ലും പറിച്ചുകൊണ്ട് വരും. അങ്ങനെ അമ്മ പുല്ലൊക്കെ ആയിട്ട് വന്നിട്ട് അതിൻ്റെ കൂടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ബേബിച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ചാടാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വാശിയും ബഹളവും ഒക്കെ ആയിരുന്നു. മുന്നോട്ടിയാണ് കേട്ടോ ബേബിച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ പിന്നെ വീഡിയോ എടുക്കലും അമ്മനെ ഹെൽപ്പ് ചെയ്യലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് നേരത്തെ അല്ല, കുറച്ച് നേരത്തെ പരിശ്രമത്തിന് തുടങ്ങി കൂട് നമ്മളൊരുവിധം സെറ്റ് ചെയ്തെടുത്തിട്ടോ. കൂട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബേബിച്ചി ഇങ്ങോട്ടേക്ക് ഇറങ്ങണം എന്ന് തോന്നി. ബേബിച്ചി പിന്നെയും വാശിയായി. അപ്പോൾ തന്നെ മിന്നു അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മുടെ കൂടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ അത് എടുത്ത് വെക്കാനുള്ള പരിപാടിയായിട്ടോ. അമ്മ എന്നോട് വെച്ചോളാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അമ്മ തന്നെ വെക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗിയെന്ന്. അങ്ങനെ നമ്മൾ കൂടൊക്കെ പുൽക്കൂട്ടിൽ വെച്ചിട്ടോ. അരികൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പുൽക്കൂടാട്ടോ നമ്മൾ കെട്ടാൻ വിചാരിച്ചു തന്നെ. ബാക്കി വന്ന പുല്ലൊക്കെ നമ്മൾ അതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുൽക്കൂടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതിയായിരുന്നു. ക്രിസ്മസും ഈസ്റ്ററും ഓണമൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം അമ്മാമ്മേനെ ഓർക്കും കേട്ടോ. കാരണം തലേ ദിവസം അമ്മാമ്മയുടെ വക ഒരു ഫുഡും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 24-ാം തീയതി ആണെന്നുണ്ടെങ്കിലും അമ്മാമ്മ പോയി ഇറച്ചി വാങ്ങിച്ചുകൊണ്ടുവന്ന് അത് കറി വെക്കുന്നതും രാത്രി നമ്മൾ പാതിരാ കുർബാനയ്ക്ക് പോകുന്നതും നല്ല രീതിയിൽ തന്നെ എനിക്ക് മിസ് ചെയ്തത്. ഞാനും അമ്മയും കൂടി പഴയ കാല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരുന്നു കേട്ടോ. മിന്നു ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി തുറന്നുകൊണ്ട് അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുൽക്കൂട് സെറ്റ് അങ്ങ് എടുത്തോട്ടോ താഴത്തേക്ക്. അത് നല്ല രസമായിട്ട് നമ്മളൊരു കവറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നത് കുറച്ച് കാലം നിന്നോളൂ കേട്ടോ. രാജാക്കന്മാരെയും എല്ലാവരെയും ഞാൻ സെറ്റ് ചെയ്തോളാന്ന് പറഞ്ഞ് മിന്നൂട്ടി അങ്ങ് ചാടി ഇറങ്ങി കേട്ടോ. 2-3 രാജാക്കന്മാരെയൊക്കെ ആട്ടിടയന്മാരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ മിന്നൂട്ടി എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുൽക്കൂട്ടിലേക്ക് ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചു. ഉണ്ണീശോന് പിന്നെ നമ്മൾ 12 മണിക്കാണല്ലോ പിറവി. 12 മണി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ. മുന്നോട്ട് ആടിൻ്റെയൊക്കെ എവിടേക്കോ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടോ. വെക്കേണ്ടവരൊക്കെ കറക്റ്റായിട്ടുള്ള സ്ഥലത്തെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. കുളവും കായലും ഒക്കെ ഉണ്ടാക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിന് സമ്മർദ്ദം പോലെ നമുക്ക് കുളം മാത്രം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഉണ്ണീശോന് എന്തായാലും 12 മണിക്ക് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്ന് മിന്നൂട്ടിനോട് പറഞ്ഞു. മിന്നൂട്ടിക്ക് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ശില്പ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശില്പ പറഞ്ഞു പണ്ട് മിന്നൂട്ടി ഉണ്ടായിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മിന്നൂട്ടിന് ഞങ്ങൾ പുൽക്കൂട്ടിൽ വെക്കാൻ പോയ സംഭവമൊക്കെ. അങ്ങനെ സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വളരെ ചെറിയൊരു പുൽക്കൂടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. എന്തോന്ന് ഞാൻ പറയാൻ മറന്നല്ലോ. ഹാപ്പി ക്രിസ്മസ്.